അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ചതായ നിസ്കാരങ്ങളും നോമ്പുകളും എല്ലാ സുഹൃതങ്ങളും പടച്ചറപ്പ് സമ്പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ളതായ എല്ലാ ന്യൂനതകളും പോരായ്മകളും പടച്ചറപ്പ് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ലോകത്താകമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് പടച്ചറപ്പ് ഇസ്സത്തും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ശപിക്കപ്പെട്ടതായ പിശാചിൽ നിന്ന് കാവല് ചോദിക്കുന്നു എന്നതിനെ പറ്റിയുള്ള വിവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിശാച് ഏതെല്ലാം ഭാഗത്തിലൂടെ മനുഷ്യനെ വഴിതെറ്റിക്കും എന്നതിനെ പറ്റിയും സന്മാർഗം എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതിനെ പറ്റിയും ചർച്ച ചെയ്തു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അടുത്തതിലേക്ക് നമ്മൾ കടക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യകനായ കരുണാനിധിയായ അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് ബിസ്മിയുടെ അർത്ഥം. ഇതെവിടെ നിന്ന് വന്നു? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തരം അല്ലാഹുവിൻ്റെ റസൂലിനോട് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, തങ്ങളെ സൃഷ്ടിച്ചതായ അല്ലാഹുവിൻ്റെ നാമത്തിൽ അവിടുന്ന് വായിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹുവിൻ്റെ റസൂലിനോട് അറിയിച്ചു കൊടുത്തപ്പോൾ ഈ ബിസ്മി അല്ലാഹുവിൻ്റെ നാമത്തിലുള്ള തുടക്കമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വേണ്ടത്. കേവലം പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതായ ആയത്ത്, എന്നുള്ളതായ വാക്യം ഈ ലോകത്ത് മുഴുവനും ഉണ്ടായിരുന്നു. നമുക്കറിയാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ബൽഖീസ് രാജ്ഞിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട്. ചരിത്രം വളരെ വലുതാണ്. സൂറത്തുൻ നംല് വളരെ വിശാലമായി പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജ്ഞിക്ക് എഴുതിയതായ കത്തിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ നംല് 30-ാമത്തെ ആയത്താണ്. ബൽഖീസ് രാജ്ഞി അവിടുന്ന് തന്റെ മുമ്പിലുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഖാലത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൽ കരീം. ഒരു ശ്രേഷ്ഠമായ ലെറ്റർ, ഒരു കത്തിന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് ഇന്നഹു മിൻ സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം സുലൈമാൻ എഴുതുന്ന കത്താണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടുന്ന് ബൽഖീസ് രാജ്ഞി ചിന്തിച്ചു, ഇതാരാണ്? ബിസ്മില്ലാഹിർ റഹ്മാൻ അർ റഹീം, കരുണാനിധിയായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹി അർ റഹ്മാൻ, കരുണയുള്ള എന്ന് പറഞ്ഞാൽ അതിന് ഉലമാക്കൾ, തഫ്സീറിന്റെ ഉലമാക്കൾ അർത്ഥം എഴുതുന്നത് ദുനിയാവിലും ആഖിറത്തിലും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവൻ. അർ-റഹീം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് വേണ്ടി മാത്രം നാളെ ആഖിറത്തിൽ കരുണ ചെയ്യുന്നവൻ. എന്ത് വിശാലമായ അർത്ഥമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ആരെങ്കിലും ഒരാൾ ഒരു കാര്യം തുടങ്ങുന്ന വേളയിൽ ബിസ്മി ചൊല്ലാതെ തുടങ്ങി കഴിഞ്ഞാൽ ഫഹുവ അബ്തർ, നാഖിസുൽ ബറക, ആ കാര്യത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ, ഡ്രൈവിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴാകട്ടെ, നമ്മുടെ എല്ലാ അനക്കമടക്കങ്ങളും തുടങ്ങുന്ന സമയം ബിസ്മി കൊണ്ടായിരിക്കണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്തു. അവസാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുന്ന സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് നൂഹ് പഠിപ്പിക്കുകയാണ്, ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശഉ സിയാബഹും.
ജഅലു അസാബിഅഹും ജനങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്ന അവസരത്തിൽ അവരുടെ ചെവികൾ കുത്തിപ്പിടിക്കുമായിരുന്നുവത്രേ. ഫീ ആദാനിഹിം വസ്തഅശഉ സിയാബഹും അവരുടെ മുഖങ്ങൾ കൊണ്ട് അവരുടെ തുണികൾ കൊണ്ട് മുഖങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുമായിരുന്നു, ചെവികൾ ഇങ്ങനെ കുത്തിവെക്കുമായിരുന്നു. എന്തിനാ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ദീൻ പറയും, അല്ലാഹുവിനെ കുറിച്ച് പറയും. അത് കേൾക്കാൻ വയ്യ, അത് കേൾക്കണ്ട എന്ന് കരുതിയിട്ട് ഇവരെ ചെവി ഇങ്ങനെ കുത്തിവെക്കുമായിരുന്നു. ആ സമയത്ത് പടച്ച റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം അവിടുന്ന് ആവലാതി പറയുന്ന സമയത്തല്ലേ അവിടുന്ന് പടച്ച റബ്ബ് നൂഹ് നബിയോട് പറയുന്നു, നൂഹേ ഒരു കപ്പൽ അവിടുന്ന് നിർമ്മിക്കണേ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കപ്പലിന്റെ നിർമ്മാണം തുടങ്ങി. കൂടിയതായ അന്നാട്ടിലെ ജനങ്ങൾ മുഴുവനും പരിഹസിക്കാൻ തുടങ്ങി. ഓ നൂഹേ, ഇവിടെ എവിടെ സമുദ്രം ഇരിക്കുന്നത്? ഇവിടെ എവിടെ സമുദ്രമുണ്ട്? എന്തിനാണ് ഈ കപ്പൽ പണിയുന്നത്? ഇത്രയും നാള് ഏകദൈവ വിശ്വാസത്തിനെ കുറിച്ച് പറഞ്ഞ് നമ്മളാരും കേൾക്കുന്നില്ല എന്ന് തുടങ്ങിയപ്പോൾ എന്ന് മനസ്സിലായപ്പോ ഒറ്റയ്ക്കിരുന്ന് കപ്പൽ നിർമ്മിക്കുന്നല്ലേ. നൂഹ് നബിയെ പരിഹസിക്കാൻ തുടങ്ങി, നൂഹ് നബിയെ കളിയാക്കാൻ തുടങ്ങി. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നിർമ്മാണം കഴിയുന്ന സമയത്ത് പടച്ച റബ്ബ് ആ സമുദായത്തിലേക്ക് വല്ലാത്ത ജലപ്രളയത്തിനെ പറഞ്ഞയക്കുകയാണ്. ആ സമുദായം ഒന്നടങ്കം വെള്ളത്തിൽ മുങ്ങിപ്പോയെങ്കിലും അതേ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നതായ വിരലിലെണ്ണാവുന്ന ചില മുസ്ലിമീങ്ങളുണ്ട്. അവരിൽ ഈ കപ്പലിന്റെ അകത്തളങ്ങളിലേക്ക് കയറി രക്ഷപ്പെടുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കപ്പലിലേക്ക് കയറിയതായ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കയറി വരിക, പരിശുദ്ധമായ ഇസ്ലാം പുൽകിയവരെ നിങ്ങൾ കയറി വരിക. ബിസ്മില്ലാഹി മജ്രിഹാ വ മുർസാഹാ. ഈ കപ്പലിന്റെ നിയന്ത്രണം എന്റെ അടുക്കലല്ല, മറിച്ച് പ്രപഞ്ചാധിപതിയായ റബ്ബാണ് ഈ കപ്പലിന്റെ ഡ്രൈവർ. നൂഹ് നബി അലൈഹിസ്സലാം അപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ് ഈ ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. വല്ലാത്ത പവിത്രത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ അനക്കമടക്കങ്ങളിലും. എത്രത്തോളം നമ്മുടെ വീട്ടില് ഭക്ഷണത്തിന് വേണ്ടി വന്ന് കരയുന്ന മൃഗങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും നമ്മൾ ബിസ്മി ചൊല്ലണമെന്നാണ്. പ്രത്യേകിച്ച് ഈ പൂച്ച, ഇവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മി പറഞ്ഞേ ഭക്ഷണം കൊടുക്കാവൂ. കാരണം നാളെ ആഖിറത്തിൽ വന്നിട്ട് പൂച്ച പറയും, ഇദ്ദേഹം എനിക്ക് ഭക്ഷണം ഒന്നും തന്നിട്ടില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിസ്മി അവിടെ വന്ന് സാക്ഷി പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബിസ്മി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ തുടക്കത്തിന് നാം കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വേളയിൽ ശ്മശാന ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിൽ വല്ലാത്ത അട്ടഹാസം കേൾക്കുകയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിയ അവസരത്തിൽ ആ ഖബറിനകത്ത് വല്ലാത്ത ശിക്ഷ നടക്കുന്നു. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞു പോയി. പ്രവാചകന്മാർക്കുള്ള മോചിസത്താണ് ഖബറിന്റെ അകത്തളങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള കഴിവ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനെ വിളിച്ചു. ശേഷം അവിടുന്ന് പോയി. കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ശ്മശാന ഭൂമിയിലൂടെ നടന്നു പോകുന്ന അവസരത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഇതുവഴി നടന്നു പോയപ്പോൾ വല്ലാത്ത ശിക്ഷയനുഭവിച്ച ഒരു ഖബറാളി ഉണ്ടായിരുന്നല്ലോ. ആ ഖബറിലേക്ക് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഖബറാളി സന്തോഷത്തോടുകൂടി കിടക്കുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചു, റബ്ബേ, 4-5 മാസങ്ങൾക്ക് മുമ്പ് ഇതുവഴി ഞാൻ നടന്നു പോയപ്പോൾ, 4-5 മാസമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി ഞാൻ നടന്നു പോയപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി ഞാൻ നടന്നു പോയപ്പോൾ ഈ ഖബറിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന ചെറുപ്പക്കാർ, ഈ ഖബറിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന പിതാവ് വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടിരുന്നല്ലോ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത്
എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശിക്ഷ മാറിയത് എന്ന് ചോദിക്കുന്ന അവസരത്തിൽ അല്ലാഹു അവിടുന്ന് പറയുകയാണ്, ഓ ഈസാ, ഈ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി വന്നു. ഈസാ 3-4 മാസങ്ങൾ കഴിഞ്ഞ് ആ ഭാര്യ പ്രസവിച്ചു. ഒരു ആൺകുഞ്ഞായിരുന്നു. ഈ കുഞ്ഞിനെ യതീമായി വളർത്തി, നല്ല അതവോടുകൂടി വളർത്തി. അവിടുന്ന് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. മദ്രസയിൽ പോയി അറബി അക്ഷരങ്ങൾ പഠിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞങ്ങ് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ആരംഭിച്ചു. ഈസാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കുഞ്ഞ് ബിസ്മി അങ്ങോട്ട് ഓതി പഠിച്ചപ്പോ പടച്ച റബ്ബ് ഈസ നബിയോട് പറയുകയാണ്, വഇന്നിസ്തഹൈതു മിൻ അബ്ദി അൻ ഉഅദ്ദിബഹു ഫീ ബത്നിൽ അർളി വവലദഹു യുദ്കറു ഇസ്മി ഫീ ളുഹ്രിഹാ. വയറ്റിന്റെ അകത്തളങ്ങളിൽ കിടന്ന ഈ കുഞ്ഞ് ഭൂമി ലോകത്തേക്ക് കടന്നു വന്നു എന്നെ കുറിച്ചുള്ളതായ ബിസ്മി ആ കുഞ്ഞുമോനെ പഠിച്ചപ്പോ പിന്നെങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ പിതാവിനെ ഞാൻ ശിക്ഷിക്കുന്നത്? ബിസ്മിയുടെ പവർ മനസ്സിലാക്കണം. ദുനിയാവിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. മരിച്ച് നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ ഒരു ബിസ്മി, കേവലം ഒരു ബിസ്മി ഓതിയാൽ പോലും ഖബറിൽ കിടക്കുന്ന നമുക്ക് വല്ലാത്ത അനുഗ്രഹമാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ നേരെ ഉൾട്ട, ഇതിന്റെ നേരെ മറുഭാഗം കൂടിയുണ്ട്. നമ്മൾ മരണപ്പെട്ട ഖബറിൽ കിടക്കുമ്പോൾ നമ്മളെ മക്കൾ ചെയ്യുന്നതായ തിന്മകൾ, ഇതിന്റെ ശിക്ഷയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. മക്കൾ ചെയ്യുന്നതായ നന്മകൾക്ക് സന്തോഷം നമ്മുടെ ഖബറിൽ കിട്ടും. നമ്മളെ മക്കൾ ചെയ്യുന്നതായ തിന്മകൾക്ക് ശിക്ഷയും നമ്മുടെ ഖബറിൽ കിട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ, പരിശുദ്ധമായ ഈ റമദാനിലൂടെ പരിവർത്തനമുണ്ടായി പടച്ചറപ്പുമായി ചേർന്ന് നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ ആയത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ആയത്തിലൂടെ നമ്മുടെ ജീവിതത്തിനെ ദൃഢപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്കൊക്കെയും പടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പള്ളിയിൽ ഇഫ്താർ നടത്തിയ സഹോദരി, പ്രിയപ്പെട്ടു പോയ മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത്